നമസ്കാരം. കോഴിക്കോട്ടെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ഒരു വശത്ത് യുവാക്കളുടെ ആവശ്യമായ രാഹുൽ മാങ്കൂട്ടത്തിൽ, മറുവശത്ത് ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുമ്പോഴും നവോത്ഥാന പ്രസംഗവുമായി എത്തുന്ന എം.എ. ഷഹനാസ് കോഴിക്കോട് മത്സരിക്കാൻ ഇറങ്ങുന്നുവെന്ന സൂചനകൾ വരുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് വലിയ പ്രതിഷേധമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരുന്ന കേരളത്തിലെ കോൺഗ്രസ് അണികൾക്ക് ഒരു വികാരമാണ്. ആരെയും ഭയക്കാതെ പൊരുതുന്ന നേതാവ്. അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. രാഹുലിന്റെ ജനപ്രീതി കണ്ട് ഭയപ്പെടുന്നവർ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ തടവറകൾക്കും കള്ളക്കേസുകൾക്കും രാഹുലിനെ തളയ്ക്കാനാവില്ല. ഇനി നമുക്ക് ഷഹനാസിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം അവർ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. നങ്ങേലിയെക്കുറിച്ചും നവോത്ഥാനത്തെക്കുറിച്ചും വലിയ വർത്തമാനങ്ങൾ. ജൂലിയ എന്ന ഫെമിനിസ്റ്റിനെ ഉദ്ധരിച്ചൊരു പ്രസംഗം. പക്ഷേ ഷഹനാസ് ഒരു കാര്യം മറന്നുപോയി. നവോത്ഥാനം എന്നത് ഫേസ്ബുക്കിൽ എഴുതാനുള്ളതല്ല, ജീവിതത്തിൽ കാണിക്കാനുള്ളതാണ്. ഒളിവിലിരുന്ന് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടുന്നത് എന്തിനാണ്? സ്വന്തം ഇമേജ് വെളുപ്പിക്കുവാൻ വേണ്ടിയല്ലേ ഈ കഷ്ടപ്പാട്? അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഷഹനാസിന് ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ച വിഷയത്തിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഷഹനാസ് പറയുന്നത് സ്ത്രീ സുരക്ഷയെക്കുറിച്ചാണ്. എന്നാൽ ദീപ ചോദിക്കുന്നത് മറ്റൊന്നാണ്. നിരപരാധികളായ പുരുഷന്മാരെ വ്യാജ പരാതിയിൽ കുടുക്കി പീഡിപ്പിക്കുന്നത് ഏത് നവോത്ഥാനത്തിന്റെ ഭാഗമാണ്? പലതവണ കോടതി വിളിച്ചിട്ടും ഹാജരാകാത്തത് എന്തുകൊണ്ടാണ്? NBW അഥവാ നോൺ ബെയിലബിൾ വാറന്റ് നിലനിൽക്കുന്ന ഒരാളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിരൽ ചൂണ്ടുന്നത്. ഇത് പാല് കൊടുത്ത കൈക്ക് കടിക്കുന്നതിന് തുല്യമല്ലേ? സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ഷഹനാസ് കോഴിക്കോട് മത്സരിക്കാൻ ഇറങ്ങിയാൽ സ്ത്രീകൾ തന്നെ അവരെ തോൽപ്പിക്കും. കാരണം വ്യാജ ഇരവാദങ്ങൾ കൊണ്ട് ഒരു നാടിനെ പറ്റിക്കാൻ കഴിയില്ല. ഷഹനാസിനെ സ്ഥാനാർത്ഥിയാക്കി കോഴിക്കോട് പിടിക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതിയാൽ അത് വലിയ തെറ്റാകും. രാഹുലിന്റെ മാസ് രാഷ്ട്രീയത്തിന് മുന്നിൽ ഷഹനാസിന്റെ ഈ വെളുപ്പിക്കൽ തന്ത്രങ്ങൾ വെറും ചീട്ട് കൊട്ടാരമാണ്. സത്യം എപ്പോഴും ജയിക്കും. അത് രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യത്തിലായാലും ഷഹനാസിന്റെ കാര്യത്തിലായാലും. നിയമത്തിൽ നിന്നും കോടതിയിൽ നിന്നും ഒളിച്ചോടിയിട്ട് ഫേസ്ബുക്കിൽ വിപ്ലവം പറയുന്നവരെ ജനങ്ങൾ തിരിച്ചറിയും. നവോത്ഥാന നായികയെ ചമയുന്ന ഷഹനാസിനോട് ഒരു ചോദ്യം: നിയമവ്യവസ്ഥയേക്കാൾ വലുതാണോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ വിപ്ലവം? അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഉന്നയിച്ച കാര്യങ്ങൾ വെറും ആരോപണങ്ങളല്ല. കോടതി 2 തവണ NBW അയച്ചിട്ടും ഹാജരാകാത്തത് എന്തുകൊണ്ടാണ്? പരാതിക്കാരി കോടതിയിൽ എത്താതിരിക്കുകയും അതേസമയം ഫേസ്ബുക്കിൽ നീണ്ട പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുന്നത് എന്ത് രാഷ്ട്രീയമാണ്? ഇതൊരു വെളുപ്പിക്കൽ തന്ത്രമാണ് എന്ന് പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വാദങ്ങൾ. നിയമത്തിന് മുന്നിൽ വരാൻ ഭയക്കുന്നവർ എങ്ങനെയാണ് ഒരു ജനതയെ നയിക്കാൻ പോകുന്നത്? ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ നോക്കൂ. അദ്ദേഹം നേരിടാത്ത വേട്ടയാടലുകളുണ്ടോ? എത്ര കേസുകൾ, എത്ര തവണ ജയിൽവാസം? പക്ഷേ അദ്ദേഹം ഒരിക്കലും ഒളിച്ചോടിയിട്ടില്ല. സിസ്റ്റത്തിന്റെ പിഴവുകളെ പൊരുത്തി തോൽപ്പിച്ച ചരിത്രമാണ് രാഹുലിന്റേത്. ഷഹനാസ് ഇരവാദം പറഞ്ഞ് സഹതാപം പിടിച്ചുപറ്റുവാൻ ശ്രമിക്കുമ്പോൾ രാഹുൽ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് എതിരാളികളെ വിറപ്പിക്കുകയാണെന്ന് രാഹുൽ അനുകൂലികളും പറയുന്നു. കോഴിക്കോട്ടെ കോൺഗ്രസ് അണികൾ ആഗ്രഹിക്കുന്നത് രാഹുലിനെ പോലെയുള്ള കരുത്തുറ്റ നേതാക്കളെയാണ്, അല്ലാതെ ഒളിവിലിരുന്ന് വെളുപ്പിക്കൽ നടത്തുന്നവരെയല്ല. ഷഹനാസ് കോഴിക്കോട് മത്സരിക്കാൻ ഇറങ്ങിയാൽ സ്ത്രീകൾ തോൽപ്പിക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം സ്ത്രീകൾക്ക് വേണ്ടത് സുരക്ഷയാണ്, അല്ലാതെ സ്ത്രീത്വത്തെ ഒരു ആയുധമാക്കി മാറ്റി വ്യാജ പരാതികൾ നൽകുന്നവരെയല്ല. പാവപ്പെട്ട പുരുഷന്മാരെ കുടുക്കി സ്വന്തം കാര്യം നേടുന്നവർ നാളെ ജനപ്രതിനിധിയായാൽ എന്തായിരിക്കും അവസ്ഥയെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത്. ഒരു വശത്ത് രാഹുലിന്റെ സത്യസന്ധമായ രാഷ്ട്രീയവും മറുവശത്ത് ഷഹനാസിന്റെ പൊള്ളയായ വാചക കസർത്തുകളും. കോഴിക്കോട് ഇതിന് കൃത്യമായ മറുപടി നൽകും. സത്യം സൂര്യപ്രകാശം പോലെയാണ്, അത് എപ്പോഴും തെളിഞ്ഞു വരും. രാഹുൽ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ ഷഹനാസ് നടത്തുന്ന നീക്കങ്ങൾ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുകയാണ്. ഷഹനാസ്, നിങ്ങളുടെ വെളുപ്പിക്കൽ തന്ത്രങ്ങൾ കോഴിക്കോട് ചെലവാകില്ല. കള്ളങ്ങൾ കൊണ്ടുണ്ടാക്കിയ കോട്ടകൾക്ക് ആയുസ് കുറവാണ്. രാഷ്ട്രീയത്തിലെ ശുദ്ധീകരണം രാഹുലിലൂടെ തുടങ്ങട്ടെ. താൻ വലിയ സത്യസന്ധയാണ് എന്ന് കാണിക്കുവാനായി ഷഹനാസ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കരഞ്ഞു തീർക്കുകയാണ്. ഇത് വെറും ഒരു സെൽഫ് വൈറ്റ് വാഷിംഗ് തന്ത്രമാണ്. ഷഹനാസ് തന്നെ സമ്മതിക്കുന്നുണ്ട്, ഷാഫി പറമ്പിലിന്റെ കാലത്ത് അവർക്ക് ആലങ്കാരിക പദവി ഉണ്ടായിരുന്നുവെന്ന്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റ് ആയപ്പോൾ അവർക്കൊരു പരിഗണന ലഭിച്ചില്ല. അന്ന് തുടങ്ങിയ പകയാണോ ഇതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചോദ്യം. തനിക്ക് ലഭിക്കാത്ത പദവികളും അംഗീകാരങ്ങളും രാഹുൽ മറ്റുള്ളവർക്ക് നൽകിയപ്പോൾ ഉണ്ടായ വ്യക്തിപരമായ വൈരാഗ്യത്തെയാണ് അവർ ഇപ്പോൾ സ്ത്രീപക്ഷ പോരാട്ടം എന്ന് വിളിക്കുന്നത്. ഭർത്താവും മകളും നൽകുന്ന സപ്പോർട്ടിനെ കുറിച്ചും അവർ ഇമോഷണൽ ആയിട്ടൊക്കെ ഇത്തരത്തിൽ പറയുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ എന്തിനാണ് സ്വന്തം മകളെയും കുടുംബത്തെയും ഒക്കെ വലിച്ചിഴക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ 10 കോടിയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തതോടെ ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയില്ലെന്ന് ഇവർക്ക് മനസ്സിലായി. ആ മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടുവാൻ കുടുംബത്തെ മുന്നിൽ നിർത്തി സഹതാപം പിടിച്ചുപറ്റുവാനാണ് ഇവരുടെ ശ്രമമെന്നാണ് രാഹുൽ അനുകൂലികൾ പറയുന്നത്. രാഹുൽ ആർമിയെ പേടിയില്ലെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഓരോ വാക്കിലും ആ ഭയം പ്രകടമാണ്. ഇവന്മാർക്കൊന്നും ഉത്തരം നൽകേണ്ടതില്ല എന്ന് പറയുമ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന മണിക്കൂറുകളോളം വിശദീകരണം നൽകുന്നത് എന്തിനാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ വളർച്ചയും ജനപിന്തുണയും കണ്ട അസൂയ പൂണ്ടവർ ഷഹനാസിനെ ചാവേറാക്കി ഇറക്കിയിരിക്കുകയാണ്.
പക്ഷേ ആ കളി ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. സത്യം വെള്ളി വെളിച്ചം പോലെ പുറത്തു വന്നു കഴിഞ്ഞു. നുണകൾ കൊണ്ട് കെട്ടി ഉയർത്തുന്ന കോട്ടകൾ അധികകാലം നിലനിൽക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നീതിയുടെ പക്ഷത്താണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പ്രതിസന്ധികളെയും അതിജീവിക്കും. ഷഹനാസിന്റെ വെള്ളപൂശൽ നാടകങ്ങൾ ജനങ്ങൾ പുച്ഛിച്ച് തള്ളി. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഷഹനാസ് പറഞ്ഞത് ഇങ്ങനെയാണ്: കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിന്റെ കോർ ഇഷ്യൂ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ, ഈ അറ്റാക്കിനെ ഞാൻ എൻജോയ് ചെയ്യുന്നു. എന്റെ ഫോട്ടോസ് എഡിറ്റ് ചെയ്തും വീഡിയോകളാക്കിയും ആഘോഷിക്കുന്നവർക്ക് അതൊരു വിനോദമായിരിക്കാം. എനിക്കിത് എന്റെ പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഇതിലൊന്നും തകർന്ന ആളല്ല ഞാൻ. ആദ്യം ഒരു കാര്യം വ്യക്തമാക്കട്ടെ, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരയല്ല. അദ്ദേഹത്തിനെതിരെ പരാതി പറയുകയോ അങ്ങനെയുള്ളതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ആ വ്യക്തിയെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും MLA-യുമായിരുന്ന അവിവാഹിതനായ ഒരു വ്യക്തി കോൺഗ്രസിനകത്തും KSUവിലും പ്രവർത്തിക്കുന്ന പെൺകുട്ടികളെ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്തത് എന്നതിനെ കുറിച്ച് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ഗർഭിണിയാക്കുന്നു. അതിനുശേഷം അബോർഷൻ മരുന്നുകൾ നൽകി അവരെ മാനസികമായും ശാരീരികമായും തകർക്കുന്നു. ഏത് ദിവസങ്ങളിൽ ഗർഭിണിയാകുമെന്ന് പോലും കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തുന്ന ഈ ക്രൂരത ഒരു അബദ്ധമല്ല. 3 സ്ത്രീകൾ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് ലഭിച്ച വിവരമനുസരിച്ച് ഇനിയും ഒരുപാട് സ്ത്രീകൾ ഇദ്ദേഹത്തിന്റെ ഇരകളായിട്ടുണ്ട്. 1 അല്ല 2 അല്ല 3 അല്ല, നിരവധി സ്ത്രീകൾ ഇദ്ദേഹത്തിന്റെ മാനിപ്പുലേഷന് ഇരയായിട്ടുണ്ട്. ഭാരവാഹിത്വത്തിൽ ഉള്ളവരും അല്ലാത്തവരുമായ ഈ സ്ത്രീകൾക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ സംസാരിക്കുന്നത്. ഈ പറയുന്ന വ്യക്തികൾക്ക് നഷ്ടപ്പെടാത്ത പലതും നഷ്ടപ്പെട്ട ഇപ്പോഴും മിണ്ടാതിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പോരാട്ടം. നാളെ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ പറയുവാൻ ഒരു സ്പേസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്കൊപ്പം നിൽക്കണം. ഞാൻ ഇപ്പോഴും കോൺഗ്രസിന്റെ ഭാരവാഹിയാണ്. പീഡകരെ പുറത്താക്കി സ്ത്രീകൾക്ക് ആത്മവിശ്വാസം നൽകിയ എന്റെ പ്രസ്ഥാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ പാർട്ടി പുറത്താക്കിയ ഒരാളെ സൈബർ ഗുണ്ടകൾ എന്നെ അപമാനിക്കുമ്പോൾ ഒരു നേതാവ് പോലും അതിനെതിരെ സംസാരിക്കുന്നില്ല എന്നത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഉമാ തോമസ് അപകടത്തിൽപ്പെട്ടപ്പോൾ മരിച്ചു പോകേണ്ടതായിരുന്നു തള്ളേ എന്ന് പറയാൻ മടിക്കാത്ത സൈബർ വെട്ടുക്കിളികളാണിവർ. ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമല്ല, വെറുമൊരു പെയ്ഡ് PR വർക്ക് മാത്രമാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സാറിനെ പോലും ഏറ്റവും വൃത്തികെട്ട വാക്കുകളിൽ അധിക്ഷേപിക്കുന്ന ഈ സൈബർ ടീം കോൺഗ്രസിന്റേതല്ല. ജാമ്യത്തിലിറങ്ങിയ ആ വ്യക്തിക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന ബോധ്യത്തിൽ നടത്തുന്ന അവസാനത്തെ PR തന്ത്രമാണിത്. ഇന്ദിരാഗാന്ധിയുടെ പാരമ്പര്യം പറ്റി വളർന്ന സ്ത്രീയാണ് ഞാൻ. മുഖ്യമന്ത്രിയെ പോലും പേരെടുത്ത് വിളിച്ച് വിമർശിക്കുവാൻ എനിക്ക് ഭയമില്ല. പീഡകർക്ക് വേണ്ടിയുള്ള സൈബർ ഗുണ്ടായുസത്തിന് മുൻപിൽ ഞാൻ മുട്ടുമടക്കില്ല. നിങ്ങളുടെ സൈബർ ആക്രമണങ്ങൾക്കൊന്നും എന്റെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. നിങ്ങൾ എത്രത്തോളം ആക്രമിക്കുന്നുവോ അത്രത്തോളം കരുത്തോടെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഇതാണ് ഷഹനാസ് വ്യക്തമാക്കിയത്.